അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെ ഗ്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം നിന്ന് പറയുന്നില്ല. അല്ല, അവർക്ക് എന്ത് തോന്നലാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ എല്ലാ ഇതും സിനിമാ മേഖലയിലുള്ളവർ മത്സരിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വളരെ സീനിയറായിട്ടുള്ള, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്മേൽ യാതൊരു കുറവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഞാനും തിരിച്ചു പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. അത്